PSG ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ്, ചെൽസി ഈ വർഷത്തെ കോൺഫറൻസ് ലീഗ് വിന്നേഴ്സ്, ഇവരെ രണ്ടുപേരെയും അടിച്ചത് സൗത്ത് അമേരിക്കൻസ് ആണ് എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പോൾ ഈ സീസൺ, അതായത് ഈ സീസണിന്റെ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് എല്ലാം യൂറോപ്യൻ ടീംസിന് ഈസി ആയിരിക്കും എന്ന് പറഞ്ഞവർക്കൊക്കെ ഇപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ളതാണ്. യെസ്, അപ്പോൾ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ സൗത്ത് അമേരിക്കൻ ടീംസ് ആയിട്ട് 4 ടീംസാണുള്ളത്. 3 ബ്രസീലിൽ നിന്നും, ഒരെണ്ണം എവിടെ നിന്നാണ്, അർജന്റീനയിൽ നിന്നുമാണെന്നുള്ളതാണ്. ഇന്നലത്തെ മത്സരത്തോടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കൻസ് ആദ്യമായിട്ടുള്ള ഒരു തോൽവി അറിഞ്ഞത്. ബയൺ മ്യൂണിക്കിനെതിരെയുള്ള ഒരു കട്ട മത്സരം തന്നെയായിരുന്നു. അർജന്റീനൻ ടീമായിട്ടുള്ള ബൊക്ക തോൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഒരു സൗത്ത് അമേരിക്കൻ ടീം ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ തോറ്റത് എന്നുള്ളതാണ് കേട്ടോ. ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യൂറോപ്യൻ ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിങ്ങിലായാലും ശരി, കോമ്പറ്റീഷനിലായാലും ശരി, അങ്ങ് വലിയ മേളിലിരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഇതൊക്കെ വെറും ജുജുബി പരിപാടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും സൗത്ത് അമേരിക്കൻസുമായിട്ട് മുട്ടി നിൽക്കാൻ അവർ ശരിക്കും പാടുപെടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ശരിയാണ്, മാർക്കറ്റ് വാല്യൂ വെച്ചോ ഗ്ലോബൽ റേറ്റിംഗ് വെച്ചോ ചിലപ്പോൾ സൗത്ത് അമേരിക്കൻസ് മേളിലൊന്നും അല്ലെങ്കിലും പാഷന്റെ കാര്യത്തിലും ഫൈറ്റിംഗ് സ്പിരിറ്റിലും അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റിയിലും സ്കില്ലിലും അവരൊട്ടും പുറകിലല്ല ഈ ലോകത്തോട് ക്ലബ്ബ് വേൾഡ് കപ്പിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ സൗത്ത് അമേരിക്കൻ ക്ലബ്സും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദ്യമുണ്ടായിരുന്ന ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ പലർക്കും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചുമ്മാ ഒരു ടൂർണമെന്റ് ആണ് എന്ന് വിചാരിച്ചവർക്കൊക്കെ ഇതിപ്പോൾ ശരിക്കും ഇതിപ്പോൾ സൗത്ത് അമേരിക്കൻസ് മാത്രമല്ല കേട്ടോ, യൂറോപ്പിലെ പല ടീമുകളെയും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരും ഞെട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് ടാലൻസിനെയും കാണാൻ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ സാധിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, ആരായിരിക്കും ചാമ്പ്യൻ?